വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന യാചനയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയവും ശാരീരികവുമായ ആഹാരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത്. രണ്ട് തരത്തിലും ആഹാരം വേണം. ശരീരത്തിന് ആഹാരം വേണമെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആഹാരം വേണ്ടതാണ് നമ്മുടെ ആത്മാവിന്. ചില മക്കളൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ചെറുപ്പക്കാരോ പ്രായം ചെന്നവരോ ആയിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ. അപ്പം ഞാനിവരോട് ചോദിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? അപ്പോൾ അവർ ചിലരൊക്കെ ഗൾഫിൽ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഒത്തിരി ദൂരമാണ് വിശുദ്ധ കുർബാന. വചനം വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും. വചനം കൊണ്ടുപോയിട്ടില്ല, അവിടെ അറബി നാട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ വചനവും ഇല്ല, വിശുദ്ധ കുർബാനയില്ല. പിന്നെ തനിച്ചിച്ചിരി നേരം പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ അവർ പറയും അതിനുള്ള സമയമില്ല. വചനമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാനയില്ലാതെ 2 വർഷമൊക്കെ ജീവിച്ചിട്ടാണ് ആ മക്കൾ നാട്ടിൽ വരുന്നത് അവധിക്ക്. ശരീരത്തിനപ്പം ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ശരീരം നമ്മൾ പോഷിപ്പിക്കും, പക്ഷെ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് പലപ്പോഴും സമയമില്ല. അല്ലെങ്കിൽ നമുക്ക് സമയമുള്ളവർക്ക് തന്നെയാണെങ്കിൽ അതിന് മനസ്സില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കുറവുകൾ ആത്മാവിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് വരാറുണ്ട്. ചെറുപ്പക്കാരനായ ഒരു യുവാവ് രോഗം വന്ന് ക്യാൻസർ വന്ന് മരിക്കാറായപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചെന്നിട്ട് ചോദിച്ചു, എന്നോട് പറഞ്ഞ ഒരു അനുഭവമായി കഴിഞ്ഞ നാളിൽ. കൂട്ടുകാരൻ ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് മരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, വിഷമമുണ്ടോ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിൽ ഖേദമൊന്നുമില്ല, പക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ മരണത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അധികം ചിന്തിച്ചിട്ടില്ല. അതാണ് എനിക്കിപ്പോൾ സങ്കടമെന്ന്. പ്രിയപ്പെട്ടവരെ, മരിക്കാറാവുമ്പോൾ രോഗം വരുമ്പോൾ മാറാരോഗത്തിൽ പിടിപെട്ട് കഴിഞ്ഞിട്ടല്ല മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടത്. ആരോഗ്യമുള്ളപ്പോൾ അധ്വാനിക്കുമ്പോൾ നല്ല പ്രായത്തിൽ ദൈവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതൊക്കെ ആത്മാവിൻ്റെ ആഹാരം കൊടുക്കുന്നതിൽ പെടുന്നതാണ്. ആത്മാവിന് ആഹാരമില്ലാതെ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചിട്ട് വചനം എങ്ങനെ പറയുന്നു? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. കുദാശപരമായ ജീവിതമല്ല നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക: ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. അപ്പം ജഡികരായി ജീവിക്കുന്നെങ്കിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ മരിക്കും, മരണാവസ്ഥയിലാണ്. അപ്പോൾ ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ, ജഡത്തിൻ്റെ കാര്യങ്ങളെ ആത്മാവിനെ കൊണ്ട് നിഹനിക്കണം, അത് മാറ്റിയെടുക്കണം. ചിലർക്ക് എത്ര തിന്നാലും മതി വരില്ല, എത്ര കുടിച്ചാലും മതി വരില്ല, മദ്യഷാപ്പുകൾ മാറി മാറി കുടിച്ചാലും മതി വരില്ല, നേരമെടുത്ത് അന്തി വരെ കുടിച്ചാലും മതി വരില്ല. ശരീരത്തിൻ്റെ വ്യാപാരം മരണത്തിലാണ്, ജഡത്തിലാണ്. ചില പാപം ചെയ്ത് എത്ര കാലങ്ങളെത്തിയാലും പാപത്തെക്കുറിച്ച് പാപബോധമേ ഇല്ല. ശരീരത്തിലാണ്, ജഡത്തിലാണ്, മരണത്തിലാണ്. എന്താ ഈ ജഡികത? ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്താണെന്ന് കേട്ടോ: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത,
വിഭാഗിക ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവർത്തികൾ. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുഴുകിക്കിടക്കുന്ന വ്യക്തി ജഡികതയിലാണ്, മരണത്തിലാണ്. ചില പറയും കുറച്ച് കുടിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ന്യായീകരണത്തിന് പല കാര്യങ്ങളും പറയും. പക്ഷെ മരണത്തിലാണ്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജഡികതയിലാണെന്ന്. ജഡത്തിലായിരിക്കുന്ന മരണത്തിലാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഗലാത്യർക്ക് കൊടുത്ത അതേ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഗലാത്യർക്ക് കൊടുത്ത താക്കീത് നമുക്ക് ഇപ്പോൾ പറയണത് എന്തിനാ സ്ലീഹ? നമുക്ക് തരുന്ന താക്കീതാ. ഇതൊരു താക്കീതാ. ജീവിതം ഒന്ന് മാറ്റിയിടാൻ, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക്, ജീവൻ്റെ കാര്യത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ജീവിതത്തെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയാണ് ഈ താക്കീത് നമുക്ക് തരുന്നത്. ഇനി ആത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക്. എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ് ആത്മാവിൻ്റെ കാര്യങ്ങൾ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതിനുവേണ്ടി ഒന്ന് മെനക്കെടാൻ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്നൊന്ന് മാറാൻ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു ത്യാഗം ചെയ്യാൻ, ഒരു ഉപവാസം എടുക്കാൻ, ഒരു ധ്യാനം കൂടാൻ പോകാൻ ഒക്കെ മനസ്സില്ല. ജീവൻ്റെ കാര്യത്തിലേക്ക്, ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് ഒരലസത, ജഡത്തിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരാവേശം, ഇതൊക്കെ നമ്മളെ ജഡത്തിൽ തന്നെ മുക്കിക്കളയും. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനം പറയുക, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീവൻ തരുന്ന ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടാനാണ് വചനത്തെ, ദൈവത്തെ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിലേക്ക് അവനെ വിട്ട് ശരീരത്തിൽ നിന്ന്, ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ വ്യാപാരത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് വിട്ട് ആത്മാവിലേക്ക് വരണമെങ്കിൽ ഞാൻ തന്നെ പരിശ്രമിക്കണം. ചിലർക്ക് എത്ര തിന്നാലും കുടിച്ചാലും മതി വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് നടക്കുന്ന ഒരു നിരന്തരമായ ഒരു അന്വേഷണം, ആത്മാവിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ചല്ല, ശരീരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ച് അവിടെ പറയും. ദൈവം പറയുന്നത്, യേശു പറയുന്നത് ശരീരത്തിൻ്റെ കാര്യം വിട്ടിട്ട് ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. അതുകൊണ്ട് ഈശോ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് 26-ാം തിരുവചനമൊക്കെ വരുമ്പോഴേക്കും, കടലിൻ്റെ മറുകരയെ അവനെ കണ്ടപ്പോൾ ജനം ആവേശത്തോട് ഓടി അക്കരെ കടന്ന്, വേഗം കടന്ന്, ഈശോയ്ക്ക് മുന്നേ കടന്ന്. അവിടെ ചോദിച്ചു, റബി നീ ഇവിടെ എപ്പോഴെത്തി? ആവേശത്തോടെ എത്തിയിട്ട് ചോദിക്കുക, നീ ഇവിടെ എപ്പോഴെത്തി? അപ്പോൾ ഈശോ പറയുന്നതാണ് ഒരു കാര്യമുണ്ട്, നിങ്ങൾ അപ്പം നിന്ന് വയറ് നിറഞ്ഞതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കണേ, അല്ലാതെ ആത്മാവിൻ്റെ കാര്യത്തിലല്ല. അപ്പം നിന്ന് വയറ് നിറയാൻ ഇന്ന് ഒരുപാട് അന്വേഷണവും ഒരുപാട് തീക്ഷ്ണതയും ഒരുപാട് തിരക്കുണ്ട്. ഞാൻ ഈ വേളാങ്കണ്ണിക്ക് ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഒത്തിരി പേര് പറയും, ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കും, സിസ്റ്റർ അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇങ്ങനെ എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണ്, കിടപ്പ് എങ്ങനെയാണ്, സുഖമാണോ, ഭക്ഷണം നാടനാണോ, നമ്മുടെ ഇവിടുത്തെയാണോ എന്നൊക്കെ ഇങ്ങനെ തമിഴ്നാടായതുകൊണ്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് അസ്വസ്ഥപ്പെടുന്നതിന് ഇവർ കിടപ്പാടത്തെക്കുറിച്ച് ഒരുപാട് അസ്വസ്ഥപ്പെടുന്ന വചനത്തെക്കുറിച്ച് തേടി വരുന്നതല്ല, അവിടെയും പോയിട്ട് സുഖം അനുഭവിക്കാൻ. അപ്പോൾ ചിലരൊക്കെ ബുക്ക് ചെയ്യും, ചിലർ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കിട്ടി ഇത്രയും സുഖമില്ല, അല്ലെങ്കിൽ കുടിച്ചു പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കരുതുമ്പോൾ തന്നെ അങ്ങോട്ട് കൊഴിയും. നശ്വരമായ അപ്പത്തിന് വേണ്ടി അവിടെ പോയിട്ടും തിന്നാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി, സുഖിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥനാപൂർവം ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി പോകുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. തിന്നാൻ പോകുന്ന ഞാൻ അവരോട് ചിലപ്പോഴെങ്കിലും തമാശ രീതിയിൽ ചോദിക്കാറുണ്ട്, തിന്നാനും കുടിക്കാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ കിട്ടുമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ അപ്പം തിന്നാൻ വേണ്ടി ആവേശം കാണിക്കുന്നവരാ. ഈശോയുടെ പുറകെ ഈശോനെ അന്വേഷിച്ച് പോയവരെ പലരും അപ്പം കിട്ടുമെന്നോർത്താ, വയറ് നിറയുമെന്നോർത്താ, വയറിൻ്റെ കാര്യത്തിലാണ്.
അതുകൊണ്ട് 6:63 ആത്മാവാണ് ജീവൻ തരുന്നത്. ജീവൻ്റെ കാര്യത്തിലേക്ക്, ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പലരും എഴുന്നേറ്റ് പോയല്ലോ. ഇത് ഞങ്ങൾക്ക് കഠിനമോ, ഇത് ഞങ്ങൾക്ക് വിഷമോ, ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പത്തിൻ്റെ കാര്യത്തിൽ ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ബാറുകളുടെ മുമ്പിൽ നീണ്ട ക്യൂ വേണം. ചിലപ്പോൾ മഴയായിരിക്കാം, ചിലപ്പോൾ വെയിലായിരിക്കാം. ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ 3/4 മണിക്കൂർ നിൽക്കാനോ അല്ലെങ്കിൽ അത് തീരും വരെ ക്ഷമ ഇച്ച് നിൽക്കാനോ പറ്റാതെ പ്രസംഗമാകുമ്പോൾ വന്നിട്ട് അച്ഛൻ കുർബാന സ്വീകരണത്തിന് ഈശോയെ എടുക്കാൻ സക്രാലിലേക്ക് തിരിയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം അത്ര നിൽക്കാൻ പറ്റില്ല, ക്ഷമയില്ല. ഇങ്ങനെയുള്ളവർ പലരും ഈ ബാറിൻ്റെ മുമ്പിൽ വെയിൽ കൊണ്ട് മണിക്കൂറുകൾ ക്യൂ നിൽക്കാൻ ഒരു വിഷമമില്ല. ഒരു ദുഃഖവെള്ളിയാഴ്ച പരിഹാര പ്രദർശനത്തിന് പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ചേട്ടന്മാരും വെയിലത്ത് നിൽക്കണത്. എന്തിയേ? അത് വയറിൻ്റെ കാര്യമാണ്, ആത്മാവിൻ്റെ കാര്യത്തിനല്ല. വയറിൻ്റെ കാര്യത്തിന്, വിശപ്പിൻ്റെ കാര്യത്തിന്, ദാഹത്തിൻ്റെ കാര്യത്തിന്, അല്ലെങ്കിൽ ആസക്തിയുടെ കാര്യത്തിന്. ഈശോ അതല്ല പറയണേ. പലരും ധ്യാനിക്കാൻ വരുന്ന അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിന് തന്നെ വരുന്നവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. സിസ്റ്ററെ, കല്യാണം നടക്കണം, വീട് പണി നടക്കണം, വീട് വിൽപ്പന നടക്കണം, ഗൾഫിൽ പോകണം, ജോലി കിട്ടണം, എന്നാൽ ദൈവത്തെ അറിയണം, വചനം അറിയണം, ആത്മീയ ജീവിതം നയിക്കണം. വളരെ ചുരുക്കം പേര്. അതിനെന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതിനങ്ങനെ കയറിപ്പോരാം. അതിന് ഞാനൊന്ന് ധ്യാനിക്കാൻ വരുവാണ്. പക്ഷെ അത് വളരെ ചുരുക്കം പേരുള്ളൂ, 100-ൽ 1-എണ്ണം 2-എണ്ണം. ബാക്കിയെല്ലാം ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ട്. ശുഭ്രണ അപ്പം തിന്നാൻ വേണ്ടി, അപ്പം നിന്ന ആവേശം കൊണ്ട് നിങ്ങളെന്നെ തേടി വന്നത്, അല്ലാതെ വചനം കേൾക്കാനല്ല, വചനത്തിന് വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവേശം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു? ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് ചിന്തിക്കണം. നല്ലതല്ലേ? നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴും ആ ദൈവത്തെ മറക്കരുത്, വീണ്ടും തുടരണം. ചിലരൊക്കെ ധ്യാനിക്കാൻ വരാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഒരുപാട് തകർച്ചയിലും പ്രശ്നത്തിലുമായിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയും, ഒരു ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്ക്, ഒരുങ്ങ്. അല്ലെങ്കിൽ എന്നും ഒന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ഒന്ന് ഒരുങ്ങി നമുക്ക് വചനം കേൾക്കാൻ പോകും. നിത്യജീവൻ്റെ വചനത്തെക്കുറിച്ചാണ്. പലർക്കും കഠിനമാണ്. നിത്യജീവൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് കഠിനമായതുകൊണ്ട് ഈ കാഠിന്യം കുറച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാൻ പറയും. അപ്പോൾ ഇവർ പറയും, കുർബാനയ്ക്ക് പോകാൻ നേരമില്ല സിസ്റ്ററെ, ഇടയ്ക്കൊന്നും ജപമാല ചെല്ലാൻ സമയമില്ല സിസ്റ്ററെ, ഒരുപാട് പ്രശ്നമാണ്, തീർത്താൽ തീരാത്ത പ്രശ്നമാണ്. പക്ഷേ ബാക്കി എല്ലാത്തിനും സമയമുണ്ട് നമുക്ക്. ഇടയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയല്ലാതെ ഒരു ജപമാല ചെല്ലാൻ സമയമില്ല. ഒരു മാറാരോഗി ഈ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നു. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, നടക്കുന്ന വഴിയെല്ലാം നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചെല്ല്. അപ്പോഴൊക്കെ അതും ഇതും ചിന്തയാണ്. അതുകൊണ്ട് എങ്ങനെ ചെല്ലും സിസ്റ്ററെ? ഈ അതും ഇതും ചിന്ത വരുമ്പോഴും ദൈവമേ എന്നൊന്നും ഓർക്കാൻ പറ്റുമോ? അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ടും ഈ അതും ഇതും ചിന്ത, ലോകത്തിൻ്റെ ചിന്ത, നശ്വരതയുടെ ചിന്ത, ജഡത്തിൻ്റെ ചിന്തകൾ വിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. പക്ഷെ ചിലരൊക്കെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ട് എടുക്കുകയും കയറി വരികയും ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ അനുഭവങ്ങളുണ്ട്. ഞാൻ യാചിച്ചു വന്ന മനുഷ്യനാണ്, നിറച്ച് സോറിയാസിസാണ്. ശിരസോടങ്ങി ഉള്ളങ്കാല് വരെ സോറിയാസിസ് വന്നിട്ട് ഒന്ന് നോക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ ചൊറിഞ്ഞിട്ടാണ് വരുന്നത്, യാചിക്കാൻ വരുന്നത് തന്നെ. ഞാനൊരു ദിവസം വെറുതെ അത് പള്ളിയുടെ മുമ്പിൽ നിന്നിങ്ങനെ അതിനറിയാവുന്നത് പോലെ കുരിശ് വരയ്ക്കണം കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ഈശോയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണേ, ഈശോയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണേ. അപ്പോൾ ഈ അപ്പം മേടിക്കാൻ അല്ലെങ്കിൽ യാചിച്ച് ഓരോ നേരത്തേക്കും വേണ്ടി പോകുമ്പോൾ ഇത് ദൈവത്തോടുള്ളൊരു യാചനയാണ്, ഇതും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യനെ അറിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു കിട്ടിയപ്പോൾ അന്ന് തുടങ്ങി ഇങ്ങനെ പറയാൻ തുടങ്ങി. 2-3 മാസം കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ
ശരിക്കും നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ത്വക്ക് പോലെ തന്നെ ഈ മനുഷ്യൻ്റെ കൈയും കാലും ശരീരം എല്ലാം ആയി. അതിന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. പിന്നെ എന്താ, മുഷിഞ്ഞ വസ്ത്രം മാറ്റില്ലെന്ന് മാത്രം. ഞാൻ പറഞ്ഞു, ഈ മുഷിഞ്ഞ വസ്ത്രം ഇടുന്നത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ അസുഖം വരാൻ സാധ്യത വരും. അത് മാറ്റ്. അവർ ശീലിച്ചത് പാലിക്കുന്നു. പിന്നെ അത് കുറച്ചും കൂടിയൊക്കെ വൃത്തിയായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അപൂർവം ചിലരൊക്കെയുണ്ട് അന്നന്ന് വേണ്ട അപ്പം ദൈവവചനമായിട്ടും പ്രാർത്ഥനയായിട്ടും തൻ്റെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, മനസ്സിലേക്ക് ഇറക്കി വിടുന്നത്. പക്ഷേ കൂടുതൽ പേരും അന്നന്ന് വേണ്ട അപ്പത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ചെറിയ വില കുറഞ്ഞ പ്രാർത്ഥനയായി മാറുന്നു. നമുക്കതിനേക്കാൾ ഒരു പടി കൂടി കടക്കാം. ആത്മാവിന് വേണ്ട അപ്പത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മളിൽ കുറവായതുകൊണ്ട് ദൈവത്തിനറിയാം നമ്മുടെ മാനുഷികത എപ്പോഴും ജഡത്തിലേക്ക്, നശ്വരതയിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്നതുകൊണ്ട് സ്ലീഹ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദുർഭകനായ മനുഷ്യൻ, നമ്മുടെ ദുർഭകാവസ്ഥ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ആ ദുർഭകാവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുക്കാൻ, ഈശോ അന്നന്ന് വേണ്ട അപ്പം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ശരീരത്തിന് വേണ്ട കാര്യം മാത്രമല്ല, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ വേണ്ടി ഈശോ ആ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ ഉദ്ദേശം കൂടി നിറവേറ്റണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 24-ാം വചനം, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? ആർക്കാണ് ഇതിന് മോചനം തരാൻ കഴിയുക? ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് മോചനം തരാൻ പറ്റുള്ളൂ. ശരീരം വിട്ട് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഒരു ധ്യാനാത്മക വ്യക്തിക്ക്, ആത്മീയ വ്യക്തിക്ക് പറ്റൂ. വിശുദ്ധരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവഗണിച്ചിട്ട് ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് അവർ ഉയർന്നു. അവിടെ ചിന്ത എന്നും ഭക്ഷണമോ പാനീയങ്ങളോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേര്, ആത്മാവിൻ്റെ അപ്പം കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേര്. ഫ്രാൻസിലെ മർത്ത റോബിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 51 വർഷം വിശുദ്ധ കുർബാന കൊണ്ട് മാത്രം ജീവിച്ചതാണ്. ശരീരത്തിൻ്റെ ഭക്ഷണം ഒന്നുമില്ലാതെ. ഒരിക്കൽ വേളാങ്കണ്ണിയിൽ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു ബ്രദർ 13 വർഷമായി ഭക്ഷണമില്ലാതെ വിശുദ്ധ കുർബാന കൊണ്ട് മാത്രം ജീവിക്കുന്നു. ആത്മാവിൻ്റെ അപ്പം കൊണ്ട് ജീവിക്കാൻ മനുഷ്യന് പറ്റും എന്നുള്ളതിന് തെളിവാണിതൊക്കെ. നമുക്ക് സാധിക്കും. ശരീരത്തോടേക്കാൾ കൂടുതൽ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി, ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ, അന്നന്ന് വേണ്ട അപ്പം തരണേ എന്ന് ചോദിക്കുമ്പോൾ ശരീരത്തിൻ്റെ അപ്പത്തോടൊപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ശരീരത്തിൻ്റെ അപ്പത്തോടൊപ്പം ആത്മാവിൻ്റെ അപ്പത്തിന് വേണ്ടി കൂടി മധ്യസ്ഥരായി നിലകൊള്ളാനുള്ള വിളി കൂടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എന്തിനു വേണ്ടി അധ്വാനിക്കാത്തവന്? ശരീരത്തിന് വേണ്ടി അധ്വാനിക്കാത്തവൻ ദരിദ്രനാകും, അത് നമുക്കറിയാം. പക്ഷെ ആത്മാവിന് വേണ്ടി അധ്വാനിക്കാത്ത മനുഷ്യനും ദരിദ്രനാകും. ആത്മീയ ദാരിദ്ര്യം അവന് അനുഭവപ്പെടും. അധ്വാനിക്കാതെ അലസരായി കഴിയുന്നവർക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. തന്നെയല്ല, നമ്മുടെ സമയം, ആരോഗ്യം, അറിവ്, ഇതെല്ലാം ആത്മാവിന് വേണ്ടി അധ്വാനിക്കാനുള്ള കരുതലായി, കാതലായി എടുത്തു മാറ്റണം നമുക്ക്. തിരുക്കുടുംബാംഗങ്ങളെപ്പോലെ ഒരാത്മാവിന് വേണ്ടി മാത്രം അധ്വാനിച്ചവരാ ഈശോ, വിശുദ്ധ യൗസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ, എല്ലാം ആത്മാവിന് വേണ്ടി മാത്രം അധ്വാനിച്ചവരാ. അപ്പോൾ അവരുടെ ജീവിതം ലക്ഷ്യം വെച്ചത് മുഴുവൻ ആത്മീയ കാര്യങ്ങളായിരുന്നു. ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഉയർന്ന ലക്ഷ്യം. മനുഷ്യന്, നമുക്കൊക്കെ ഒരു ഉയർന്ന ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. എനിക്ക് ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം, അതിനുവേണ്ടി ഓരോ മക്കളും ഇൻ്റർവ്യൂവിന് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, പഠിക്കുന്നു, IELTS എഴുതുന്നു. എത്രമാത്രം കഷ്ടപ്പെടുന്നേ, അവർക്ക് ആ ലക്ഷ്യമുണ്ട്. ഭൗതിക ലക്ഷ്യമാണെങ്കിൽ പോലെ ലക്ഷ്യമുണ്ട്. ഇതുപോലെ ആത്മീയമായ ഒരു ലക്ഷ്യമുണ്ടാകണം. സ്വർഗം, നിത്യജീവൻ എനിക്ക് എത്തണം, വിശുദ്ധരാകണം, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം.
അപ്പോൾ ഈ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഉണർവ് ശക്തി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നാവിൽ നിന്നും വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ഓരോ വചനം കൊണ്ടും. 40 ദിവസം ഈശോ ജീവിച്ചത് അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട്. മത്തായി സുവിശേഷം 4:4, നിയമാവർത്തന പുസ്തകം 8:3. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന സ്വർഗീയ അപ്പം കൊണ്ട്, വചനം കൊണ്ട്, വിശുദ്ധ കുർബാന കൊണ്ട് ജീവിക്കുന്നവരാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭൗതിക വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെടരുത്. ഒരിക്കലും നമ്മുടെ ശരീരം തൃപ്തിപ്പെടുത്താനല്ല, ആത്മീയ ഭക്ഷണം കൊണ്ട്, ആത്മീയ വസ്തുക്കൾ കൊണ്ട്, ആത്മീയ കൃപ കൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരാത്മീയ വ്യക്തിയായി മാറാൻ നമുക്കൊരു വിളി കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ കുടുംബത്തിനും ഉണ്ട് അങ്ങനെ ഒരു വിളി, ആത്മീയ കുടുംബമായി മാറാൻ, തിരുക്കുടുംബത്തെ പോലെ. ആത്മീയ അപ്പത്തിനു വേണ്ടി കുടുംബസമേതം അധ്വാനിക്കാൻ ഒരു വിളിയുണ്ട്. ആ വിളിയൊന്നും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകണേ ദൈവമേ, ഈശോയെ, നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ നിൻ്റെ പക്കലാണ്. മറ്റാരുടെ അടുത്ത് പോയാലും ഇതുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നിത്യജീവൻ്റെ വചനം തേടി, നിത്യതയെ തേടി ദൈവത്തിൻ്റെ അടുത്തോട് ചെല്ലണം. പത്രോസ്ലീഹ പറഞ്ഞതുപോലെ എന്നിട്ട് പറയണം, നിൻ്റെ അടുത്തുണ്ട് എനിക്ക് വേണ്ടതൊക്കെ. നിത്യജീവൻ്റെ വചനം നിൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ കയ്യിലുണ്ട്, നിന്നിലുണ്ട്, എനിക്കത് തന്നാൽ മതി. ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഉപവാസം എടുക്കണേ എന്ന് ശരിക്കും പ്രാർത്ഥിക്കാനിരുന്നാൽ, അല്ലെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്ക് വിശക്കില്ല. വിശപ്പിനെക്കുറിച്ച് നമ്മൾ അറിയില്ല. ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളത്തെക്കുറിച്ച് പോലും ഓർമ്മിക്കില്ല. ചിലപ്പോൾ രാവിലെ ഇരുന്നിട്ട് വൈകിട്ടായിരിക്കും നമ്മൾ ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാവും. ഇതെന്തി ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ്. ഇപ്പോൾ ഈയിടെ 7 ദിവസം തപസ്യാനം നടത്തിയ ഒരു വ്യക്തിയെ കണ്ടു ഞാൻ. ഭക്ഷണമൊന്നും കഴിച്ചില്ല, വെള്ളം മാത്രം. എന്നിട്ട് പറയാം, എനിക്ക് നേരത്തെ കുറേ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് അസുഖമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെ ആത്മാവിൻ്റെ ഭക്ഷണം മാത്രം കഴിച്ച് ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പോലും, അന്നം പോലും ഭക്ഷണം പോലും മറന്നുപോയി. മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടില്ലാതെ വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വചനത്തിലേക്ക്, 6-ാം അധ്യായത്തിൻ്റെ 51 മുതലുള്ള തിരുവചനം മുഴുവൻ ആത്മീയ അപ്പത്തെക്കുറിച്ചാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയാകുന്ന ആത്മീയ അപ്പം ഭക്ഷിച്ചു നിറയണം. ദിവ്യകാരുണ്യമാകുന്ന ആത്മീയ അപ്പം ഭക്ഷിച്ചു നിറയണം. എന്നിട്ട് ആത്മാവിനെ ശരീരത്തിനെ ദിവ്യകാരുണ്യത്തിൽ പോഷിപ്പിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്ന പോഷരായി മാറാതെ ആത്മാവിനെ നിറവ് കൊടുക്കുന്ന, ആത്മീയ ഭക്ഷണം കഴിച്ച് നിറയുന്ന ആത്മീയ വ്യക്തികളായി മാറാനുള്ള നമ്മുടെ വിളി നമുക്ക് ജീവിക്കാം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിത്യജീവൻ്റെ വചനത്തിന് വേണ്ടി വിശുദ്ധ ദിവ്യകാരുണ്യമാകുന്ന, വിശുദ്ധ കുർബാനയാകുന്ന ആത്മീയ അപ്പത്തിന് വേണ്ടി ദാഹിച്ചോടാം. എടവപ്പള്ളിയിലുണ്ട്, ഏത് ധ്യാനകേന്ദ്രത്തിലുമുണ്ട്, പോകാം നമുക്ക്. എന്നിട്ട് അപ്പം നിന്ന് ഭക്ഷിച്ച് തൃപ്തരാകാം. അതിനുള്ള വലിയ അനുഗ്രഹം നമുക്കും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.